അസ്സലാമു അലൈക്കും. ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നാലാഞ്ചിറയിൽ അന്യമതസ്ഥനായ യുവാവിനൊപ്പം ഒളിച്ചോടിപ്പോയ ഹസീന ബീവി എന്ന് പറയുന്ന 4 മക്കളുടെ ഉമ്മയായ അവരെ കഴുത്തറുന്ന് കൊന്നത് സുരേഷ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവായിരുന്നു. അവരുടെ ഭർത്താവായിരുന്നു അതിന് പ്രധാനമായി നമ്മളെല്ലാം പറഞ്ഞ ഒരു കാരണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊത്തം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സംശയരോഗമാണ് ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയായിരുന്നു. അതിനുശേഷം സുരേഷ് എന്ന് പറയുന്ന മനുഷ്യനും ട്രെയിൻ തെറ്റി മരിച്ച നിലയിൽ കാണുകയും ചെയ്തു. എന്നാൽ തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വിശ്വസിക്കാത്ത ഒരു കാര്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം വളരെ സങ്കടത്തോടു കൂടി ഞാൻ പറയട്ടെ, കാരണം മരിച്ച ഒരു യുവതിയാണ് എങ്കിലും ആ ഹസീന ബീവി എന്ന് പറയുന്ന സഹോദരി അത്രയ്ക്ക് വെടുപ്പല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് തെളിയിക്കുന്നതിനുള്ള ഞെട്ടിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് നമ്മുടെ ഹസീന ബീവിയുടെ മൂത്ത മകൾ തന്നെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. അത് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, എന്നാലേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പോവാം, നമുക്ക് ഹസീന ബീവിയുടെ ആ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ? അവന് തുറന്നാൻ പറഞ്ഞപ്പോ പട്ടി ഇറങ്ങി വന്നു. ഹസീന ബീവി എന്ന് ഈ വർത്തമാനത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഒരു ഭർത്താവിനെയും കേരളത്തിൽ ഒരു ഭാര്യയും ഇത്തരത്തിലുള്ളൊരു ഭാഷ ഉപയോഗിക്കും നമ്മൾ കണ്ടിട്ടില്ല. തന്തയ്ക്ക് പറക്കാത്തവനെ എന്നൊക്കെ ഒരു ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഭാര്യ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സീൻ എന്ന് ഞാൻ പറയാതെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം തീർച്ചയായിട്ടും ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നീ എന്തിനാണ് നായെ എൻ്റെ പുറകെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ സഹോദരി ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മുന്നേ തന്നെ ഇവർ ഭർത്താവിന് കൊടുത്ത വില അല്ലെങ്കിൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം എത്രമാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ 2-3 വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മൂത്ത മകൾ ഉമ്മയെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഉമ്മ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഹസീന ബീവി പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഹസീന ബീവി ഒരുക്കിക്കൂട്ടി പറയുന്നതാണ്. ഹസീന ബീവി തിരിച്ചു വന്നത് നിങ്ങളാരും വിചാരിക്കേണ്ട സുരേഷിൻ്റെ ഒപ്പം ഒരുമിച്ച് ജീവിച്ച് നല്ലവണ്ണം കുട്ടികളെയൊക്കെ നോക്കി കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടല്ല ഈ ഒളിച്ചോടിയ സ്ഥലത്ത് നിന്നും ഈ ഹസീന ബീവി തിരിച്ചു വന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് ഇത്. കാരണം ഇവിടെ വന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ട് രണ്ടാമതൊരു ഒളിച്ചോട്ടത്തിനുള്ള പ്ലാനിങ്ങുമായിട്ടാണ് ഹസീന ബീവി വന്നത് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. അതെന്തുകൊണ്ടെന്നല്ലേ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത അതിൻ്റെ ബാക്കി ഓഡിയോ കൂടി പോയി നമുക്ക് കേൾക്കാം. പട്ടി അപ്പൊ ഒരു തേങ്ങ ഉണ്ടാക്കാറുണ്ടോ? അവളെ മറ്റം വരികയില്ല. അതാണ് ഇവിടെ വീട്ടിൽ പോകാൻ പറ്റും. മനസ്സിലായോ? അതാണ്
ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നത് കൂടി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം പുലർച്ചെ 3:45 4 മണിയോട് അടുപ്പിച്ച സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മകൾ ഉറങ്ങിയിട്ടില്ല, അച്ഛൻ ഉറങ്ങിയിട്ടില്ല, ആ വീട്ടിൽ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. എന്തിനാണ് നിങ്ങൾ എനിക്ക് കാവൽ നിൽക്കുന്നത്? 3:45 ആയിട്ട് പോലും പോയി ഉറങ്ങടാ പട്ടി എന്നൊക്കെയാണ് ഈ ഹസീന ബീവിയുടെ ഒരു പ്രയോഗം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ അച്ഛൻ പറയുന്ന വാക്കുകൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾ കേട്ട് കാണും. എത്രയും ധൈര്യത്തോടു കൂടി ഹസീന ബീവി സംസാരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഹസീന ബീവിയുടെ പുറകിൽ അവരുടെ കാമുകൻ ആ റോഡുമിലോ അല്ലെങ്കിൽ മറ്റു ഭാഗത്ത് എവിടെയോ ആയിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു നല്ല റൈറ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഹസീന ബീവി അവിടെ ഇരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഭർത്താവായ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉറങ്ങാതെ രാവിലെ 4 മണി ആയിട്ട് പോലും ഈ ഹസീന ബീവി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി ഉറക്കൊഴിച്ച് കാത്തിരുന്ന് കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ ചൂടിലാണ് വളരെ വ്യക്തമായിട്ട് അവർ ഇത്ര പ്രകോപിതയാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. പോയി ഉറങ്ങടാ പട്ടി എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ കാമുകൻ ഹരി എന്ന് പറയുന്ന മനുഷ്യൻ ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയോ അവർക്ക് ഇറങ്ങിപ്പോവാൻ അല്ലെങ്കിൽ ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നോക്കി കാത്തിരിക്കുകയാണ്. ആ മകളോട് പോലും ചിലക്കാതെ പോവാനാണ് പറയുന്നത്. ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും കൂടി പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത്, കുട്ടികളെ കൂടി ചേർത്തുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളും ആ സ്ത്രീ നടത്തുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ ഒളിച്ചോട്ടത്തിൽ നമ്മൾ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഈ സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ചില പാകപ്പിഴവുകൾ അല്ലെങ്കിൽ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ട്. കാരണം ഇവർ ഒന്നല്ല, രണ്ടല്ല, ഇതിപ്പോൾ 3ാമത്തെ ഒളിച്ചോട്ടമാണ്. 2 പ്രാവശ്യം ഇതിൻ്റെ മുന്നേയും ഒളിച്ചോടിയതാണ്. ഒന്ന് തമിഴ്നാട്ടിലേക്ക് പോയി, അതിന് മുന്നേ മറ്റൊരു യുവാവിൻ്റെ കൂടെയും ഈ ഹസീന ബീവി എന്ന് പറയുന്ന സഹോദരി ഒരു ഒളിച്ചോട്ടം നടത്തിയിട്ടുണ്ട്. ഏതായാലും അതിനുശേഷമാണ് സഹിക്കെട്ടു. കാരണം 100% അദ്ദേഹത്തിന് ഉറപ്പായി ഈ ഹസീന ബീബി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള പരിപാടിയാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് എന്ന് മനസ്സിലാക്കിയ സുരേഷ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കാരണം ഹസീന ബീവിയുമായിട്ടുള്ള പിരിഞ്ഞിട്ടുള്ള ഒരു ജീവിതം അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഹസീന ബീവിൻ്റെ മുന്നേ ഒരു ഒളിച്ചോട്ടം നടത്തിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തീവ്രമായ ഈ സംശയരോഗം എന്ന് പറയുന്ന ഒരു രോഗത്തിന് അദ്ദേഹം അടിമപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹസീന ബീവിയെ പുറത്തേക്ക് വിടുക പോലും ചെയ്തിരുന്നില്ല. നാട്ടിലേക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകണമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആ ഒരു കൃത്യം നടത്തിയത്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മുങ്ങിയതിന് ശേഷം സ്വന്തം മകൾക്ക് അയച്ച ആ മെസ്സേജ് തീർച്ചയായിട്ടും നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം വളരെ കരുതിക്കൂട്ടി തന്നെയാണ് കൊന്നത് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഈ വോയിസ് ക്ലിപ്പ്. അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികളെ നീ നന്നായിട്ട് നോക്കണമെന്ന് മൂത്ത മകളോട് പറയുകയാണ്. കാരണം അച്ഛനറിയാം ഏതായാലും ഞാൻ നടത്തിയത് കൊലപാതകമാണ്, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം ട്രെയിനിൻ്റെ മുന്നിൽ പോയിട്ട് തമിഴ്നാട്ടിൽ വെച്ച് മരണപ്പെട്ടത് എന്ന് തന്നെ സാധൂകരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് നമ്മൾ ഏതായാലും കേട്ടത്. ഈ ഒരു കാര്യത്തോടു കൂടി നമുക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ ഹസീന ബീവിയുടെ കയ്യിൽ ചില ദുശ്ശീലങ്ങളുണ്ട് അല്ലെങ്കിൽ ദുസ്വഭാവങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്നത് നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ സംശയരോഗം ഉണ്ടാക്കി കൊടുത്തത് ഏതായാലും ഹസീന ബീവി ആണ് എന്ന് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മകളും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്ന ഈ ഒരു അഭിപ്രായം കൂടി കേട്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് അതോട് കേട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്യും. അത് അച്ഛൻ എപ്പോഴും സംശയത്തിലാണ് സംസാരിക്കുന്നത്. എപ്പോഴും എന്ന് വെച്ചാൽ എവിടെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ വന്നാൽ മാത്രമല്ല പെമ്പിള്ളേർ വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പുറത്തുവിടില്ല. ഇല്ല, പുറത്തുവിടില്ല. പുറത്ത് പോവാണെങ്കിൽ അച്ഛനും കൂടെ പോകും. പുറത്ത് പോകണമെങ്കിൽ അച്ഛനും കൂടെ കൂടെ തന്നെ പോകണം. മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് പോയി പിന്നെ അവിടെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. ഇതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. അതിനുശേഷമായിരിക്കാം സുരേഷിന് പിന്നെ അങ്ങനെ ഒരു ചിന്തപ്പാട് അപ്പൊ ആർക്കായാലും ഉണ്ടാവും. ആൾക്ക് പിന്നെ തുടർന്ന് പിടിക്കുന്ന എല്ലാം സംശയം വരാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ആൾക്കാർ ഫോൺ ചെയ്യുകയും മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വന്ന സമയത്ത് ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയ സമയത്ത് യാദർച്ഛികമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരാണിത്. നാടുകാരും വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇദ്ദേഹം ഒരു ഫോൺ ടെക്നീഷ്യൻ ആണ് പോലും. ആ സമയത്ത് ഹസീന ബീവിയുടെ ഫോൺ കേടായ സമയത്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം അദ്ദേഹം ഈ പഴയ ചാറ്റുകളും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ തിരഞ്ഞു നോക്കിയ സമയത്താണ് ഈ
ഹരി എന്ന് പറയുന്നവരുടെ കാമുകനുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ വീഡിയോ കോളുകളും അടക്കം അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് സംശയം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ആത്യന്തികമായിട്ട് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് ഒരാഴ്ച മുന്നേ അദ്ദേഹവുമായിട്ട് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടി പോകുന്നു. അവിടെ നിന്ന് എല്ലാ പ്ലാനിങ്ങും റെഡിയാക്കിയ ശേഷമാണ് വീണ്ടും തിരിച്ചിങ്ങോട്ട് വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ഇനി ഒരു കച്ചറയും ഉണ്ടായാലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുമെന്ന് എഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ഹസീന ബീവിയുടെ ഉള്ളിൽ 100% അവിടെയുള്ള അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവസാനമായിട്ട് ഈ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഹരി എന്ന് പറയുന്ന കാമുകനൊപ്പം ഒളിച്ചോടുക എന്ന് പറയുന്ന ഒരു പ്ലാനിങ് എന്തായാലും ഉണ്ടായിരുന്നു. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന് 100% ഉറപ്പാക്കിയ ശേഷമാണ് സുരേഷ് ആ കൃത്യം ചെയ്തതും. അങ്ങനെയാണ് ഹസീന ബീവിയെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞേക്കാൻ വേണ്ടി സുരേഷ് തീരുമാനിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആത്യന്തികമായിട്ട് ഇങ്ങനെയൊക്കെ ഈ ആൾക്കാരൊക്കെ ഇല്ലാതെ, സപ്പോർട്ടൊന്നുമില്ലാതെ, കുടുംബക്കാരുടെ സപ്പോർട്ടൊന്നുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന കുട്ടികൾക്ക് അവസാനമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഏതായാലും അത്തരത്തിൽപ്പെട്ട സഹോദരിമാർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം നമ്മുടെ കുട്ടികളിൽ തീർച്ചയായിട്ടും അവബോധം തീർച്ചയായിട്ടും കുറവാണ്. അവർ ചിന്തിക്കുന്നത് ആ സമയത്തുള്ള ചോരത്തിളപ്പിൽ, അല്ലെങ്കിൽ അവർ കാണുന്ന ആ സ്റ്റൈലിൽ, സൗന്ദര്യത്തിൽ, അല്ലെങ്കിൽ അവർ കാണുന്ന പണത്തിലെല്ലാം വീണു പോവുകയാണ് പതിവ്. അങ്ങനെയാണ് അന്യമതസ്ഥൻ്റെ ഒപ്പമൊക്കെ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ അവർ സ്നേഹിക്കുന്നുണ്ട്, അവർ നിങ്ങളെ നോക്കുന്നുണ്ട്, അതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ എത്ര കാലം എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ഈ ഹസീന ബീബി എന്ന് പറയുന്ന സഹോദരിക്ക് 4 മക്കളുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. ആ 4 മക്കളും താനേ ഉണ്ടായതൊന്നുമല്ല. അവർ നന്നായിട്ട് ജീവിച്ച് സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയ തന്നെയാണ് ജീവിതം. പക്ഷേ എവിടെയോ ഒരു ചെറിയൊരു പാകപ്പിയ പറ്റിയപ്പോൾ തീർച്ചയായിട്ടും അവർ 2 പേരും 2 വൈക്ക് ചിന്ത തുടങ്ങിയ സമയത്താണ് 2 പേർക്കും അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം സംജാതമാകുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളെ കുടുംബക്കാരെല്ലാം ഇടപെട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ വളരെ നല്ലൊരു കുടുംബജീവിതം കിട്ടുമായിരുന്നു. പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരം അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഹസീന ബീവിയുടെ കുടുംബക്കാരും തിരിഞ്ഞു നോക്കിയില്ല. അതുപോലെ തന്നെ സുരേഷ് എന്ന് പറയുന്ന ഹൈന്ദവൻ്റെ കുടുംബക്കാരും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം 4 മക്കളും വയ്യാതാരമായി. ഇത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെയും നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.